എങ്ങനെ പരിഹരിക്കാം എന്ന കാര്യത്തിൽ അറിയുന്ന ഒരാൾക്ക് ഒരു അസ്വസ്ഥ ഉണ്ടാവില്ല ആ പ്രശ്നത്തിൽ. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ നമുക്കറിയാമോ, ഒരാൾക്ക് ഡ്രൈവിംഗ് അറിയില്ല, വണ്ടി ഓടിക്കാൻ അറിയില്ല. അയാൾ പുതിയ വണ്ടി വാങ്ങിയാൽ വലിയ പ്രയാസമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അയാൾക്ക് ഓടിക്കാൻ പറ്റില്ല. യാത്ര ചെയ്യുക എന്നുള്ളത് അയാൾ വലിയ ആവശ്യമാണ്, പക്ഷെ അയാൾക്ക് ഓടിക്കാൻ അറിയില്ല. അപ്പൊ അയാൾക്ക് ഓടിക്കാൻ അറിയാത്തതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ അയാൾ ഡ്രൈവറെ വെക്കും, അല്ലെങ്കിൽ കുടുംബത്തിൽ ഡ്രൈവിംഗ് അറിയുന്ന ചെറുപ്പക്കാരുണ്ടാവാം, മറ്റു പല പ്രായക്കാരുണ്ടാവാം. അവരാരെങ്കിലും ആശ്രയിച്ച് മാത്രമാണ് ആ വാഹനത്തിൽ പുറത്തു പോകാൻ കഴിയുള്ളൂ. ഇങ്ങനെ അവരെ ആശ്രയിക്കുന്ന സമയത്ത് പലപ്പോഴും അവര് റഫായിട്ട് വണ്ടി ഓടിക്കാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്വന്തം വണ്ടി ഉടമ ഓടിക്കുന്നവർ ഒരിക്കലും ഡ്രൈവർ ഓടിക്കില്ലെന്ന് പൊതുവെ പറയാം. ഇങ്ങനെ പല കുഴപ്പങ്ങളുണ്ടാവാം. ഇതേപോലെ തന്നെയാണ് മനുഷ്യന്റെ ആരോഗ്യ വിഷയം. നമുക്ക് സ്വന്തം ശരീരമുണ്ട്, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ നിർബന്ധമാണ്. മരണം വരെ ജീവിക്കുക എന്നുള്ളത് എല്ലാ മനുഷ്യന്റെയും അവകാശമാണ്, ആവശ്യമാണ്. ഓരോ മനുഷ്യന്മാർക്കും ഒട്ടേറെ വൈവിധ്യങ്ങളായ ഉത്തരവാദിത്തങ്ങളും തൊഴിലുകളും ഒക്കെ ഉണ്ടാകും. ഈ തൊഴിലൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ആരോഗ്യ വിഷയങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് വലിയ കുഴപ്പങ്ങളുണ്ടാകും. ആ കുഴപ്പങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, ഇപ്പൊ ഒരു സ്ത്രീ, ഒരു ഗർഭിണിയാണ്, ഉടനെ സിസേറിയൻ വേണം എന്ന് പറഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയ ഒട്ടേറെ സ്ത്രീകളുമായി ഈ ഗർഭകാല വിഷയമായി സംസാരിച്ച വിഷയം എന്റെ ബോധ്യം ഞാൻ പറയുകയാണ്. ഒരു ഹോസ്പിറ്റലിൽ പോയി ആ ഹോസ്പിറ്റലിൽ പറയണം ഉടനെ സർജറി വേണം, സിസേറിയൻ വേണം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇന്നേ വരെ ഹോസ്പിറ്റലിൽ നടക്കുന്ന കള്ളക്കളികളെ പറ്റി ധാരണ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഡോക്ടർ പറഞ്ഞ് ഇനി വേറെ നിവൃത്തിയില്ല, നിന്ന് കൊടുക്കില്ല, അത് വേറെ നിവൃത്തിയില്ല. അല്പം ധാരണ ഒരാളെന്താ പറയാ, എന്നാ ശരി ഞാൻ വേറെ ഹോസ്പിറ്റലിൽ പോയിക്കോളെന്ന് പറയും. ഇങ്ങനെ വേറെ ഹോസ്പിറ്റലിൽ പോയാൽ സിസേറിയൻ ഇല്ലാതെ അത് സുഖമായി പ്രസവിക്കും. ഇതാണ് സാധാരണ കാണുന്ന കാഴ്ച. ഇപ്പൊ നമ്മുടെ ചികിത്സാ മേഖലയുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലരും ലാഭം കൊയ്യാനുള്ള ഒരു അവസരമായി ഉപയോഗപ്പെടുത്തുകയാണ്. ഇങ്ങനെ വരുമ്പോൾ മാറാരോഗങ്ങൾ എന്ന് പറയുന്ന കുറെ രോഗങ്ങൾ ഉണ്ടാവുകയാണ്. വാസ്തവത്തിൽ മാറാരോഗം എന്ന രോഗമല്ല പ്രമേഹം. പക്ഷേ പ്രമേഹം എന്ന രോഗം മാറുന്ന സ്വഭാവത്തിലേക്ക് ജനങ്ങളെ പഠിപ്പിച്ചാൽ, ജനങ്ങളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ, ഇന്നിവിടുത്തെ ചികിത്സാ മേഖലയിലെ മരുന്ന് കച്ചവടം മാത്രമല്ല, എല്ലാ മാസം രക്തം പരിശോധിക്കുന്നതിന്റെ, മാത്രമല്ല, സ്ഥിരമായി മരുന്ന് കഴിക്കുമ്പോഴുണ്ടാകുന്ന പുതിയ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുള്ള ചികിത്സാ മേഖലയിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പ്രമേഹ രോഗി, ഇപ്പൊ നിങ്ങളെ കൂടുതൽ പ്രമേഹ രോഗം ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ പ്രമേഹ രോഗത്തിന് നൽകുന്ന ചികിത്സ എന്താണ്? മരുന്ന് കൊടുക്കുക, മാസം പരിശോധിക്കുക, പിന്നെ മരുന്ന് കൊടുക്കുക, മാസം പരിശോധിക്കുക. രോഗം മാറുക എന്ന ഒരു കിനാവ് പോലും ഇല്ല. രോഗം മാറുക എന്ന് പറഞ്ഞ കിനാവ് പോലും ഇല്ല എന്ന് പറയാം. രോഗം മാറുന്ന ഒരു സ്വപ്നമേ ഇല്ലെങ്കിൽ തന്നെ കുഴപ്പമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാറാത്ത ഒരു രോഗവും വാസ്തവത്തിലില്ല എന്ന് നമ്മൾ വെറുതെ ഒരു ഭംഗി വാക്ക് പറയല്ല. ഇപ്പൊ ലോകത്ത് കേരളത്തിൽ മാത്രമല്ല പ്രമേഹമുള്ളത്. ഈ പ്രമേഹം എന്ന രോഗം കണ്ടുപിടിച്ച രാജ്യങ്ങൾ, അത് ലണ്ടൻ ആയാലും ശരി, UK അല്ലെങ്കിൽ US, ഇവിടെയൊക്കെ നിങ്ങൾ അന്വേഷിച്ചാൽ അവിടെയൊക്കെ ഈ പ്രമേഹ രോഗത്തിന് രോഗം മാറില്ല എന്ന കൺസെപ്റ്റിലല്ല ചികിത്സ പോകുന്നത്. മറിച്ച് പരിപൂർണമായി കൃത്യമായി ചികിത്സിച്ചാൽ രോഗം സുഖപ്പെടുമെന്ന കൺസെപ്റ്റിലാണ് പോകുന്നത്. ഡയബറ്റിക് കെയർ റിവേഴ്സ്, പ്രമേഹം എന്ന് പറഞ്ഞ അവസ്ഥ പഴയതുപോലെയാക്കാം, അഥവാ പ്രമേഹമില്ലാത്ത അവസ്ഥയിൽ മടക്കി കൊണ്ടുവരാം എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ മാസം കാനഡയിൽ നിന്നും നമ്മുടെ കേരളത്തിൽ വന്ന ഒരാളെ ഞാൻ പരിചയപ്പെട്ട് സംസാരിച്ചു. അയാൾ പ്രമേഹ രോഗിയാണ്. അപ്പം എൻ്റെ അക്യുപഞ്ചർ ചികിത്സ ചെയ്യാൻ പ്രമേഹ രോഗ ചികിത്സക്കാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം കാനഡയിലെ പ്രമേഹ രോഗ ചികിത്സക്ക് അവിടെ പോയിരുന്നു. ആ സമയത്ത് അവിടുത്തെ അലോപ്പതി ഡോക്ടർമാർ, അയാൾ പറഞ്ഞ വാക്ക്, അവിടുത്തെ അലോപ്പതി ഡോക്ടർമാർ അവരോട് പറയുന്നത് ഒരു ദിവസം 2 നേരം ആഹാരം കഴിച്ചാൽ മതി എന്നാണ്. ഒരു ദിവസം 2 നേരം ആഹാരം കഴിച്ചാൽ മതി അവിടുത്തെ അലോപ്പതി ഡോക്ടർ അദ്ദേഹത്തിന് പറയുന്നത്. അപ്പൊ ഒരു ദിവസം 2 നേരം ആഹാരം കഴിച്ചാൽ മതി എന്ന്
കേരളത്തിലെ ഏതെങ്കിലും ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അലോപ്പതി ഡോക്ടർമാര് പ്രമേയരോട് പറയാറുണ്ടോ? ഇല്ല. സമയാസമയം ആഹാരം കഴിക്കണം. ഈ സമയാസമയം ആഹാരം കഴിച്ചെങ്കിലേ പ്രമേയ രോഗം എന്ന രോഗം മാറാണ്ടാവുള്ളൂ. അവിടെ നോക്കുന്നത് മാറുന്ന പരിഹാരമാണെങ്കിൽ ഇവിടെ നോക്കുന്നത് മാറാണ്ടാക്കുന്ന പരിഹാരമാണ്. ഒരു രോഗം മാറിക്കഴിഞ്ഞാൽ രോഗിക്ക് സുഖമാണ്, പക്ഷെ ഡോക്ടർക്ക് കഷ്ടമാണ്. അപ്പൊ ഡോക്ടറെ സംബന്ധിച്ച് രോഗം മാറാണ്ട് നോക്കണം എന്നതാണ് ഇവിടെ കാണുന്നതെങ്കിൽ അവിടെ ഞാൻ വീണ്ടും ചോദിച്ചു, ഇപ്പൊ കാനഡയില് ഞാനോട് ചോദിച്ചു അവിടെ രോഗം വന്നാൽ എന്താ ചെയ്യുക? അവിടെ ഫാമിലി ഫിസിഷ്യൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നേരത്തെ അപ്പോയിന്റ്മെന്റ് കിട്ടും. വാക്ക് ക്ലിനിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്ലിനിക്ക് ഉണ്ടാവും. അപ്പോയിന്റ്മെന്റിലാണ് പോയി കഴിഞ്ഞാൽ വേറെ ആരും ഇല്ലെങ്കിൽ കാണാൻ അയാൾ സമ്മതിച്ചാൽ കാണാം, അല്ലെങ്കിൽ കാണാൻ കഴിയില്ല. അപ്പൊ ചികിത്സ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രധാന പരിപാടിയല്ല. അവിടെ ഇഷ്ടംപോലെ മരുന്ന് കടകളും മരുന്ന് ഷോപ്പുകളും എന്താ പറയാ മരുന്നിന്റെ വലിയ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മരുന്ന് കൊടുക്കുന്ന പരിപാടിയെ പറ്റി അവർ ചിന്തിക്കുന്നതിന് പകരം ആ രോഗം മരുന്നില്ലാതെ എങ്ങനെ സുഖപ്പെടുത്താൻ കഴിയും തന്നെയാണ്.